നമസ്കാരം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് NDA മുന്നണി തന്നെയാണ്. തൊട്ടു പിന്നാലെ LDF ഉണ്ട്. UDF മൂന്നാം സ്ഥാനത്ത് മാത്രമാണ്. കൊല്ലം കോർപ്പറേഷനിൽ, കൊല്ലം ജില്ലാ പഞ്ചായത്തിലെല്ലാം തന്നെ LDF ആണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എറണാകുളം കോർപ്പറേഷനിൽ ആദ്യ വട്ടം UDF ആണ് ലീഡ് ചെയ്തത് എങ്കിലും ഇപ്പോൾ LDF വലിയ തോതിലുള്ള ലീഡ് നേടിയിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലും LDF തന്നെയാണ് മുന്നിൽ. അതേസമയം തൃശ്ശൂർ കോർപ്പറേഷനിൽ UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. കണ്ണൂരിൽ ആദ്യ ഫലം പുറത്തു വരുമ്പോൾ അവിടെ LDF സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. എങ്കിലും ആരാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് ഇപ്പോഴും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. അതേസമയം ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഏറെ ശ്രദ്ധേയമായി മാറുന്ന ഒരു പരാജയം പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ മുൻ MLA AV ഗോപിനാഥ് പരാജയപ്പെട്ടതാണ്. 1991 കോൺഗ്രസിൻ്റെ MLA ആയിരുന്ന AV ഗോപിനാഥ് പാലക്കാട് DCC അധ്യക്ഷനായിരുന്നു. കോൺഗ്രസിൻ്റെ പാലക്കാട്ടെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്ന പെരിങ്ങോട്ടുകുറിശ്ശി എന്ന പഞ്ചായത്തിൽ കോൺഗ്രസിന് എല്ലാ കാലത്തും ഒറ്റയ്ക്ക് അവിടെ ഭൂരിപക്ഷം നേടാൻ സഹായകരമായിരുന്നത് AV ഗോപിനാഥാണ്. അദ്ദേഹം എത്രയോ തവണ അവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണയും അവിടെ പഞ്ചായത്തിൽ വിജയിച്ച അദ്ദേഹത്തിൻ്റെ പാനൽ തന്നെയായിരുന്നു. ഇക്കുറി അദ്ദേഹം ഇടതുമുന്നണിക്കൊപ്പമായിരുന്നു. കോൺഗ്രസുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് അദ്ദേഹം പാർട്ടി വിട്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. പക്ഷേ AV ഗോപിനാഥ് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ഇപ്പോൾ അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയെഴുത്താണ്. കാരണം AV ഗോപിനാഥ് ഒന്നും ഒരിക്കലും അങ്ങനെ പരാജയപ്പെടില്ല എന്നും ശക്തമായ വോട്ട് ബാങ്ക് തനിക്ക് ഉണ്ട് എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടെ എല്ലാ കാലത്തും പ്രവർത്തിച്ചിരുന്ന പാലക്കാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവാണ് AV ഗോപിനാഥ്. അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത ശരിക്കും കോൺഗ്രസ് ക്യാമ്പിനെ, LDF ക്യാമ്പിനെ എല്ലാവരും തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കാൻ തന്നെയാണ് സാധ്യത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പത്തനംതിട്ടയിൽ അവിടെ SDPIക്ക് 3 സിറ്റിംഗ് കൗൺസിലർമാരുണ്ടായിരുന്നു. ഈ 3 സീറ്റുകളും ഇപ്പോൾ SDPIക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പത്തനംതിട്ട പോലെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയിൽ, മലയോര ജില്ലയിൽ നേരത്തെ SDPIക്ക് പല മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള സ്വാധീനമുണ്ടായിരുന്നു. അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയിലൊക്കെ തന്നെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ SDPIക്ക് പ്രധാന റോളുണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി അവർക്ക് 3 സീറ്റുകളും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ കൊച്ചി കോർപ്പറേഷനിലെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ UDF തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് പൊതുവെ കരുതിയിരുന്നത്. എങ്കിലും അവർ പിന്നോട്ടാണ്. മാത്രമല്ല, കേരളത്തിലെ മൊത്തം ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ തന്നെ ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും LDF തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ സംബന്ധിച്ച വാർത്തകൾ ഇനിയും പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രധാനമായും എല്ലാവരും കോർപ്പറേഷൻ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറെ ശ്രദ്ധേയമായ പോരാട്ടം നടന്ന പേട്ട വാർഡിൽ അവിടെ LDF സ്ഥാനാർത്ഥി SP ദീപക്കാണ് അല്പം മുമ്പ് വരെയും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ചാക്കയിൽ മുൻ മേയർ ശ്രീകുമാർ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണമൂല വാർഡിൽ അതേറെ ശ്രദ്ധേയമായ മത്സരം നടന്ന, കാരണം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി M രാധാകൃഷ്ണൻ മത്സരിച്ചിരുന്ന കണ്ണമൂല വാർഡിൽ രാധാകൃഷ്ണൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ വലിയ തോതിലുള്ള മുന്നേറ്റം NDAക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആദ്യം ഫലം പറഞ്ഞ സീറ്റുകളിലൊക്കെ തന്നെ വിജയവും NDAക്ക് തന്നെയാണ്. അതിശക്തമായ തോതിലുള്ള പോരാട്ടത്തിലൂടെ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ NDA ശ്രമം നടത്തിയിരുന്നത്. അതിൽ അവർ ഏതാണ്ട് വിജയിച്ചു എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ ചെന്ന് എത്തുന്നത്. ഇപ്പോൾ വോട്ടെണ്ണൽ നടക്കുന്ന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ NDAയും LDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. 1, 2, 3 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഇപ്പോൾ LDF പുറകെ നിൽക്കുന്നത് എങ്കിൽ പോലും NDA സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ ലീഡ് പല വാർഡുകളിലും നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, നേരത്തെ LDFിൻ്റെ ഉറച്ച വാർഡുകളായിരുന്ന പല സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർക്ക് NDAക്ക് മേൽക്കൈ നേടാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് NDAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അക്കാര്യം തങ്ങൾക്ക് ഏറെ ഗുണകരമാകുമെന്നും അതിൽ പിടിച്ച് തങ്ങൾക്ക് മുന്നേറാൻ കഴിയുമെന്നുമാണ് BJPയും അതുപോലെ ഘടകകക്ഷികളൊക്കെ തന്നെ വിശ്വസിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി എത്തിയതിനു ശേഷം BJPയിലുണ്ടായ ഒരു പുതിയ ഒരു മാറ്റത്തിൻ്റെ കൂടി ഒരു അടയാളമായി ഈ ഒരു ലീഡ് നമുക്ക് കരുതാം. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ UDF ആണ് മുന്നിട്ട് നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃശ്ശൂരിൽ UDFന് വ്യക്തമായ ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കൊച്ചി കോർപ്പറേഷനിൽ LDFനും വ്യക്തമായ ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളുമൊക്കെ നിലവിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് പല വാർഡുകളിലും LDF സ്ഥാനാർത്ഥികളാണ് എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. എറണാകുളം ജില്ലയിലെ തന്നെ ശ്രദ്ധേയമായ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ അവിടെ NDA ആണ് മുന്നിട്ട് നിൽക്കുന്നത്. BJPക്ക് ശക്തമായ അടിത്തറയുള്ള ഒരു മേഖലയാണ് തൃപ്പൂണിത്തുറ. നേരത്തെ അവിടെ NDA സ്ഥാനാർത്ഥികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ മികച്ച രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ജയിച്ചില്ലെങ്കിൽ പോലും അവർക്ക് നന്നായി വോട്ട് പിടിക്കാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രൊഫസർ തുറവൂർ വിശ്വംഭരനെയൊക്കെ പോലെയുള്ള വളരെ പ്രമുഖരായ സ്ഥാനാർത്ഥികളെ നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അവിടെ മത്സരിക്കുക അവർക്ക് നല്ല രീതിയിൽ വോട്ട് പിടിക്കാനൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി NDAക്ക് കിട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. തിരുവനന്തപുരത്തെ NDAയുടെ ലീഡ് ഇപ്പോൾ 2 അക്കത്തിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം, തലസ്ഥാന നഗരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ BJPയുടെ മേയർ ഭരിക്കുക എന്നുള്ളത്
കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ബി ജെ പി ഉയർത്തിയൊരു മുദ്രാവാക്യമായിരുന്നു. പക്ഷേ ഇക്കുറി അത് യാഥാർത്ഥ്യമാക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ശക്തമായ തോതിലുള്ള പോരാട്ടം നടത്തിയതിൻ്റെ കൂടി ഫലമാണ് ഇപ്പോൾ എൻ ഡി എക്ക് ഇത്രയും വലിയൊരു ലീഡ് ലഭിച്ചത് എന്ന് വേണം കരുതാൻ. ഏതായാലും എൽ ഡി എഫും തൊട്ടു പിന്നാലെ തന്നെ ഉണ്ട്. ഒരുപക്ഷേ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരവസ്ഥ വന്നാൽ സ്വതന്ത്രന്മാർ പോലും ഒരു നിർണായക ഘടകമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല.